ഹായ് ഗൈസ്, അപ്പോൾ ലക്ഷ്മി സ്ലോയിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ഒരു ഓൺ വോയിസ് വരാൻ കാരണം വേറൊന്നുമല്ല. ഞാൻ കുറേ ആയി, ഒരു 3 വർഷമായി ഇപ്പോൾ യൂട്യൂബ് ചാനൽ, ഈ ഒരു ലക്ഷ്മി സ്ലോ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടിട്ട്. അപ്പം ഓരോ വീഡിയോ ഇടും, ഓരോ ആൾക്കാർ ചടപ്പിക്കും, നിർത്തും, പിന്നെ ഇടും, ഓരോ ആൾക്കാർ ഓരോ നെഗറ്റീവ് കമൻറ്റുകളായിട്ട് വരും, അങ്ങനെ ഞാൻ നിർത്തും. അങ്ങനെയായിരുന്നു. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ പോട്ടെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് വീഡിയോസൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ, ഭയങ്കര ഇങ്ങനെ വ്ളോഗ് ചെയ്യാമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റീൽസോ യൂട്യൂബൊക്കെ തുടങ്ങുമ്പോൾ അതിനായിട്ട് തന്നെ നമ്മളൊരു സമയം കണ്ടെത്തണം, നല്ലൊരു ഫോൺ വേണം എന്നൊക്കെയുള്ളൊരു മുഖ്യ ഘടകമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ഫോൺ വാങ്ങിയിട്ട് തന്നെ 4 കൊല്ലം ഹാങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് പോലും ഈ ഒരു ഫോൺ കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം 29.3K ഫോളോവേഴ്സ്. ഒരുപാട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു, കാരണം എനിക്ക് ഇത്ര ഫോളോവേഴ്സ് കിട്ടുമെന്ന് ഒട്ടും ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അത്ര ഒരു ഫോളോവേഴ്സ് കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെക്കൊണ്ട് പറ്റും. യൂട്യൂബിലാണെങ്കിലും നമുക്ക് 29K നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ യൂട്യൂബിലും നമുക്ക് ഉണ്ടാക്കണം. കാരണം അതുപോലെ നമ്മൾ പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുക കണ്ടിന്യൂസ്. അപ്പം അതാണ് എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോടാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നിർത്തരുത്. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്ന, ആൾക്കാർ എന്തെങ്കിലും നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ അവിടെ സാഡാവും. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. കാരണം ഞാൻ മുന്നേ നാട്ടിൽ വർക്ക് ചെയ്ത ഒരു ഹോസ്പിറ്റലിൽ തൊട്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം അവിടുത്തെ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞു, അവൾക്ക് ഇതിനൊക്കെ നല്ല സമയമാണ്, വേറെ കാര്യത്തിനൊന്നും സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്, പിന്നെ റീൽസ് മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു ഗൾഫിൽ വന്നപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളും കേട്ട് നമ്മളിങ്ങനെ ചടഞ്ഞുകൂടിയിരുന്ന് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവരെക്കാളിലും നമ്മളപ്പം മുന്നേറുകയാണ്. അപ്പോൾ അവരവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, നമ്മളപ്പം നെവർ മൈൻഡ് ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. അതെനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് മനസ്സിലായി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അത്രയൊരു ഫോളോവേഴ്സും കൂടെ ആയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയി. കാരണം പ്രേക്ഷകർ നമ്മളെ, കുറച്ച് പേരാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. കൂടുതലും സ്ട്രേഞ്ചേഴ്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ ഫോളോവേഴ്സ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണാൻ പറ്റുമല്ലോ, ആരൊക്കെ നമ്മുടെ റീല് സ്കിപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫോളോവേഴ്സ് ആണോ ഒക്കെ ഉള്ള. അതിൽ 666 പേരെ അൺഫോളോ ചെയ്തു. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മളോട് ഇപ്പോഴും ദേഷ്യവും നന്നാവുന്ന കാണുന്ന ഇഷ്ടമില്ലാത്ത കുറേ ആൾക്കാരുണ്ടെന്ന് അതിലൂടെ എനിക്ക് മനസ്സിലായി. 666 പേരെ അൺഫോളോ ചെയ്തു. എനിക്ക് കുഴപ്പമില്ല, കാരണം ചുറ്റുപാടും നമ്മളറിയുന്ന ആൾക്കാരും അത് നമ്മളറിയാത്ത ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പം മുന്നേറുക. നമ്മൾ ഈ വ്ളോഗോ റീൽസും വീഡിയോസൊക്കെ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നിർത്തരുത്. നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മുടെ വിജയം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോവുക. മറ്റുള്ളവരുടെ നെഗറ്റീവും കണ്ടിട്ട് നമ്മൾ ഒരിക്കലും പിന്മാറരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ ഈ ഒരു യൂട്യൂബിൽ എനിക്കിപ്പം 305 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു കാര്യമാണ്. എനിക്ക് വലിയ അച്ചീവ് കിട്ടി. ഇന്നലെ ഇങ്ങനെ ഈ ഇടയ്ക്കാണ് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഷോർട്ട് ഇങ്ങനെ ഇട്ട് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ 180 കിടന്ന സബ്സ്ക്രൈബ്, അത് എല്ലാവർക്കും ഇങ്ങനെ യൂട്യൂബിൽ ഉള്ള വീഡിയോ ഷെയർ ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബിലൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. ഇന്നലെ വരെ ഞാൻ ചിന്തിച്ചിരുന്നു. പിന്നെ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര ഫോളോവേഴ്സ് ആയപ്പം പിന്നെ യൂട്യൂബിലും കൂടെ അങ്ങ് ഇട്ടേക്കാമെന്ന് കരുതി ഇട്ടു. അപ്പോൾ 305 സബ്സ്ക്രൈബറായി. അപ്പം മനസ്സിലായി, നമ്മൾ നല്ല രീതിയിലൊന്ന്
എന്താ പരിശ്രമിച്ചാൽ നമുക്ക് യൂട്യൂബിലല്ല എവിടെയും നമുക്ക് വിജയം കൈവരിക്കാം. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടും മനസ്സിലായ കാര്യമുണ്ട്. അതുകൊണ്ട് കൂടുതലും സ്ട്രേഞ്ചേഴ്സാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് എന്താ പറയുക 305 സബ്സ്ക്രൈബർ ഇത്ര ഇതെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യമാണ്. അപ്പം ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ടുള്ള ജീവന് പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ നല്ല നല്ല ഒന്നും കൂടെയുള്ള രീതിയിൽ നല്ല മികച്ച രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളും ചെയ്യാൻ ഇൻസ്റ്റയിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എനിക്ക് നല്ലൊരു ഫോണില്ല. ഇൻഷാ അല്ലാഹ് ഫോൺ വാങ്ങണം. അപ്പം ഫോണില്ലാത്തത് വലിയൊരു കാര്യമാണ്. ഇപ്പോഴും ഞാൻ ഈ ഒരു സംസാരിക്കുന്നത് ബാക്ക് ക്യാമറ തിരിച്ചിട്ടാണ്. ഫ്രണ്ട് ക്യാമറ അത്ര ക്ലിയർ അല്ല. അപ്പം ഇൻഷാ അല്ലാഹ് എനിക്കൊരു ഫോൺ വാങ്ങണം. അപ്പോൾ ഒരു ഫോൺ നല്ല രീതിക്ക് വേണം. പിന്നെ നമ്മൾ മറ്റൊന്നും കണ്ടിട്ട് നമ്മൾ ജോലി ചെയ്ത് സമ്പാദിച്ച് ഉണ്ടാക്കുക ഫോണല്ല. വീട്ടുകാർ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പം ഒരു ഫോണില്ലാതാണ് എനിക്ക് മെയിൻ ഒരു പ്രശ്നം. പിന്നെ എൻ്റെ ഡ്യൂട്ടി, ഞാനിപ്പോൾ നേഴ്സാണ്. ഇപ്പോൾ ഡ്യൂട്ടിയുടെ ഇതും എന്നുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഇതിൽ ഇച്ചിരിയെങ്കിലും വല്ലപ്പോഴും ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ ഒരു ദിവസമൊക്കെ 5-6 റീൽസ് അടുപ്പിച്ചെടുക്കും. അതൊക്കെ ഡ്രാഫ്റ്റിലിടും. അങ്ങനെയാണ് ഞാൻ പോസ്റ്റ് ചെയ്യലും. എന്നൊന്നും ഞാൻ റീൽസ് ചെയ്യത്തില്ല. അപ്പോൾ അതൊരു വേറൊരു കാര്യം. അപ്പം ഞാൻ ഇപ്പം ഇങ്ങനെ വന്ന് പറയാനും സംസാരിക്കാനും കാരണം എല്ലാവരും സപ്പോർട്ട് ഇനി ഉണ്ടാവണം. എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഒരു ചാനൽ, ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുക. ബൈ.